ഹലോ ഗൈസ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ റേഡിയോ ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന DJ സോങ്സ് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ വീഡിയോ കാണുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൗ ടു. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫ്രീ റേഡിയോ ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയ വീഡിയോ ആണ്. ഇതിനായി നിങ്ങൾക്കൊരു PC യും ഇൻ്റർനെറ്റ് സൗകര്യം മാത്രം മതി. നിങ്ങളുടെ PC-യിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ, ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ www.caster.fm എന്ന ചാനൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിലേക്ക് പോവുക. ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻ ഉണ്ട്, പിന്നെ പെയ്ഡ് ആയിട്ടുള്ള പ്രോ പ്ലാൻ ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രീ പ്ലാനിലായിട്ട് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നിങ്ങളുടെ റേഡിയോയുടെ നെയിം അല്ലെങ്കിൽ സബ് ഡൊമെയിൻ, ഇമെയിൽ അഡ്രസ്, പിന്നെ പാസ്വേഡ്, ബ്രോഡ്കാസ്റ്റ് പാസ്വേഡ്, അങ്ങനെ പല ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കും. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നിങ്ങൾ സൈൻ അപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം കാസ്റ്ററിലെ ഒഫീഷ്യൽ ഇമെയിലിൽ നിന്നും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഇമെയിൽ വരും. അതിലുള്ള ലിങ്കിൽ നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നേരെ ലോഗിൻ എന്ന ഓപ്ഷനിലേക്ക് ചെല്ലുക. മുകളിൽ വലത്തെ സൈഡിലുള്ള ലോഗിൻ എന്നുള്ള ഓപ്ഷനിലേക്ക് ചെന്നിട്ട് അവിടെ ഫ്രീ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഒരു പുതിയ പാനൽ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്ത്, അതായത് നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും അടിക്കുക. എന്നിട്ട് ക്യാപ്ച കോഡും അടിച്ചതിന് ശേഷം ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഇൻ്റർനെറ്റ് റേഡിയോയുടെ വെബ്സൈറ്റിലെ സെറ്റിങ്സ് മാറ്റാനുള്ള ഒരു പേജാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റേഡിയോയുടെ ഡീറ്റെയിൽസ് റിക്വയർഡ് ആണ്, അതായത് റേഡിയോയുടെ ഡീറ്റെയിൽസ് ഉറപ്പായും കൊടുക്കണം. അപ്പോൾ ഈ ചുമന്ന സ്റ്റാർ കൊടുത്തേക്കുന്ന എല്ലാ ഡീറ്റെയിൽസും തീർച്ചയായും നിങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് റേഡിയോ നെയിം, റേഡിയോ ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി, പിന്നെ റേഡിയോ ടൈം സോൺ. അതിനെല്ലാം ഉപരി പേജ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. പേജ് ടെക്സ്റ്റ് ആൻഡ് പേജ് സൈഡ് ബാർ ടെക്സ്റ്റ്, ഈ രണ്ട് കോളവും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ റേഡിയോ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിനെല്ലാം ശേഷം നിങ്ങൾക്ക് പ്രൈവറ്റ് ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ റേഡിയോ കോൺടാക്ട് ഇൻഫോ, വെബ്സൈറ്റ് മൊഡ്യൂൾസ്, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കളർ, അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ലോഗോ ആഡ് ചെയ്യാൻ പറ്റും, സൈഡ് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൊടുത്തതെന്ന് ഉറപ്പായതിനു ശേഷം നിങ്ങൾ ക്യാപ്ച കോഡ് ചെയ്യുക. എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ അവർ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലെ ഒരു ചെറിയ എറർ ഉണ്ടായി, ഒരു മിനിറ്റ് ഞാനത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ സെറ്റിങ്സ് എവിടെ നിന്ന് എഴുതി കാണിക്കും. ഇതിൻ്റെ വലത്തെ സൈഡിൽ സെർവർ ഓഫ്ലൈൻ എന്നും പറഞ്ഞൊരു ബട്ടനും കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക്. അതിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഹോം ബട്ടണിലേക്ക് പോവാം. ഇതാണ് നിങ്ങളുടെ റേഡിയോ ഡാഷ്ബോർഡ് അഥവാ ഹോം. ഇവിടെ നിങ്ങൾ സെർവർ ഓഫ്ലൈൻ ആണെന്നുള്ള കാര്യം ഇപ്പോൾ കാണിച്ചിരിക്കും. സെർവറിലേക്ക് നമുക്ക് പിന്നീട് വരാം. അടുത്തേക്ക് കുറച്ച് ഡൗൺലോഡ് ചെയ്യണം. അതിന് ഡൗൺലോഡ്സ് ടാബിലേക്ക് പോവുക. അവിടെ എഡ്കാസ്റ്റ്, മിക്സ്, നൈസ്കാസ്റ്റ് തുടങ്ങിയ പലതരത്തിലുള്ള ഡൗൺലോഡ്സ് ഓപ്ഷൻസ് എനിക്ക് കാണാൻ പറ്റും. അതെല്ലാം പല സോഫ്റ്റ്വെയർസ് ആണ്. അതെല്ലാം ഫ്രീ ഉണ്ട്, പക്ഷേ ക്യാഷ് കൊടുത്തുള്ളതുണ്ട്. സാം ബ്രോഡ്കാസ്റ്റർ പോലെ. നമുക്ക് മിക്സ് ഡൗൺലോഡ് ചെയ്യാം. മിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. മിക്സ് എന്നുള്ളത് നിങ്ങളുടെ സോങ് സെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സോങ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് നിങ്ങൾക്ക് DJ സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് പാട്ട് ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ പാട്ട് പ്രൊഡക്ഷൻ അറിയാം. മ്യൂസിക് പ്രൊഡക്ഷന് പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. മാത്രമല്ല ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിൻ്റെ ഡൗൺലോഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ പല തരത്തിലുള്ള OS-കൾക്കുള്ള ഡൗൺലോഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്കിന്, വിൻഡോസിന്, ഉബുണ്ടു, ഫെഡോറ, പിന്നെ ലിനക്സിനുള്ള സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഹെൽപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബട്ട് ഞങ്ങൾ ആൾറെഡി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഡൗൺലോഡ്സിൽ സേവ് ചെയ്തിട്ടപ്പോൾ ഞങ്ങൾ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രൊസീജിയർ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അത് ഞങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മിക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ഐക്കൺ കാണാം. അതിനുശേഷം നിങ്ങൾ ആരും ഓപ്പൺ ചെയ്യരുത്. തിരിച്ച്
കാസ്റ്ററിൻ്റെ സൈഡിലേക്ക് പോവുക. അവിടെ ഡാഷ്ബോർഡിൽ ചെന്നിട്ട് ഡൗൺലോഡ്സിൽ ഒരു ഐറ്റം കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ലെയിം എൻകൗണ്ടർ അഥവാ leim.dll എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് അവർ വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ലിങ്ക് ചിലർക്ക് ആക്റ്റീവ് ആവണമെന്നില്ല. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയലിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതോടെ സെർവർ സൈഡിലെ എല്ലാ സെറ്റിങ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയർ സൈഡിൽ കുറച്ച് സെറ്റിങ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീ റേഡിയോ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. So don't forget to click the subscribe button and turn on the notification bell to receive notifications about the upcoming videos that we will upload shortly. And goodbye.